ഇതെല്ലാം നമ്മുടെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. എൻ്റെ സ്വന്തം വാർഡാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ കണ്ട പോലെ അല്ല, ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്ന രീതി വേറെയാണ്. കാരണം നമ്മളൊരു സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് ചോദിക്കുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഉള്ള പരാതികൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിനോടാണ് നമ്മൾ ഒരു അപ്രോച്ച് ഇടുന്നത്. ഇപ്പോൾ നമുക്കിവിടെ വൃത്തിയില്ലാണ്ട് കിടക്കുന്ന കുളങ്ങളുണ്ട്, അപ്പോൾ വഴിയില്ലാത്ത കുളമുണ്ട്, പിന്നെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന സബ് റോഡുകളുണ്ട്. നമുക്കറിയാം സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നതും അവർ താമസിക്കുന്നതും തേടി കണി കണ്ട് ഉണരുന്നതും എല്ലാം ഈ സബ് റോഡുകളാണല്ലോ. അപ്പോൾ അവരിലേക്ക് നമ്മൾ എത്തുകയാണ്. കാരണം മെയിൻ റോഡുകൾ മാത്രം കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്താൽ പോരല്ലോ, സബ് റോഡുകൾ സാധാരണക്കാരിലേക്കും കൂടെ എത്തണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. തെരുവ് നായ ശല്യമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത വഴികളുണ്ട്, പിന്നെ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിക്കാണ് നമ്മൾ അവരെ അപ്രോച്ച്. രാഷ്ട്രീയം ഞാൻ കോളേജ് കാലഘട്ടം മുതൽ വിമൻസ് കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ്, യൂണിറ്റ് സെക്രട്ടറിയും ചെയർപേഴ്സൺ കാൻഡിഡേറ്റും ഒക്കെ ആയിരുന്നു വിമൻസ് കോളേജ് പഠിക്കുമ്പോൾ തന്നെ. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് കയറി. പറഞ്ഞ പോലെ നൈറ്റ് ഷിഫ്റ്റാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ക്ലാസ്സുകൾ രാവിലെ മുതൽ ഉച്ചവരെ അല്ലെങ്കിൽ ആ ഒരു പകൽ സമയത്തായിരിക്കുമല്ലോ. അപ്പോൾ അത് വലിയ പ്രശ്നമില്ലാണ്ട് പോകും. പിന്നെ രാഷ്ട്രീയ പരിപാടികൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അതിലും പ്രയോറിറ്റി കൊടുത്ത് അതിലും പങ്കെടുക്കാറുണ്ട്.